ആഴ്ചകൾ നീണ്ട വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾക്കൊടുവിൽ കലാശ പോരാട്ടത്തിലേക്ക് ഫുട്ബോൾ ലോകം. മൈതാനത്തെ ത്രസിപ്പിച്ച പോരുകൾ, ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാവുന്ന മിനിറ്റുകൾ, അങ്ങനെ മൈതാനത്തെ തീപിടിപ്പിച്ച മത്സരങ്ങൾക്ക് ശേഷം അർജന്റീനയും സ്പെയിനും നേർക്കുനേർ എത്തുമ്പോൾ വിജയക്കൊടി ആര് നാട്ടുമെന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ. ലയണൽ മെസ്സി എന്ന സൂപ്പർ താരത്തിന്റെ തോളിലേറി അർജന്റീന കപ്പുയർത്തുമെന്ന് അർജന്റീനിയൻ ആരാധകർ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ലാമിൻ യമാൽ എന്ന യുവതാരത്തിന്റെ കരുത്തിൽ സ്പെയിൻ കപ്പടിക്കുമെന്ന പ്രതീക്ഷയും വാനോളമുണ്ട്. നിലവിലെ ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയും മുൻ ചാമ്പ്യന്മാരും നിലവിലെ യൂറോ കപ്പ് ജേതാക്കളുമായ സ്പെയിനും നേർക്കുനേർ എത്തുമ്പോൾ പോരാട്ടം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സെമിയിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനൽ ടിക്കറ്റ് നേടിയപ്പോൾ സ്പെയിൻ കരുത്തരായ ഫ്രാൻസിനെ വീഴ്ത്തിയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ട് ടീമിനെയും തുല്യ ശക്തികളെന്ന് വിളിക്കാം. പ്രതിഭാശാലികളായ നിരവധി താരങ്ങൾ രണ്ട് കൂട്ടർക്കുമുള്ളതിനാൽ വിജയം ആർക്കൊപ്പമാവുന്നത് പ്രവചിക്കുക പ്രയാസകരമാണ്. കൂടുതൽ ആളുകളും അർജന്റീനയ്ക്ക് കൂടുതൽ വിജയസാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കുന്നത്. എന്നാൽ ഇത്തവണ ഫൈനലിൽ അർജന്റീനയേക്കാൾ മുൻതൂക്കം സ്പെയിന് നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, സ്പെയിൻ ഒരു താരത്തെയും അമിതമായി ആശ്രയിക്കുന്ന നിരയല്ല എന്നതാണ്. ലാമിൻ യമാൽ, ലയണൽ മെസ്സി പോരാട്ടമാണ് ഫൈനലിൽ കാണാനാകുക എന്ന് പറയുമ്പോഴും യമാലിനെ തുറുപ്പുചീട്ടായി കളിക്കുന്ന സംഘമല്ല സ്പെയിൻ എന്ന് നിസ്സംശയം പറയാം. സ്പെയിനിന്റെ ടീം സന്തുലിതമാണ്. മാച്ച് വിന്നർമാരായി കളി മാറ്റാൻ കെൽപ്പുള്ള ഒന്നിലധികം താരങ്ങൾ സ്പെയിനൊപ്പമുണ്ട്. ഗോൾ നോക്കുമ്പോൾ സ്പാനിഷ് നിരയിൽ മുന്നിലുള്ളത് മൈക്കിൾ ഓയർ സബാലാണ്. 5 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഒൽമോ, ബയോനോ, റോയിസ്, റോഡ്രി എന്നിവരെല്ലാം ചേരുന്ന സ്പെയിനിന്റെ മുന്നേറ്റവും മധ്യനിരയും ഒരുപോലെ ശക്തമാണ്. പെഡ്രോ പോറോ, ഫെറാൻ ടോറസ്, മൈക്കിൾ മൊറീനോ, പെഡ്രി, നിക്കോ വില്യംസ് എന്നിവരെല്ലാം ഒന്നിനൊന്ന് കളി മികവുള്ള താരങ്ങളുമാണ്. ഇവരെല്ലാം മികച്ച ഫോമിൽ കളിക്കുമ്പോൾ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല. അർജന്റീന കരുത്തരുടെ നിരയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിൻ്റെ കാലുകളിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്ന നിരയാണ് അർജന്റീന എന്ന് പറഞ്ഞാലും തെറ്റാകില്ല. അവസാന 4 മത്സരത്തിലും അവസാന മിനിറ്റുകളിലെ ത്രില്ലർ ജയത്തോടെയാണ് അർജന്റീന ജയിച്ചു കയറിയത്. ഈ ത്രില്ലിംഗ് ജയത്തിൽ ഗോളടിച്ചും അടുപ്പിച്ചും മെസ്സി കളം നിറഞ്ഞു നിന്നു. മെസ്സി ഇല്ലാത്ത അർജന്റീന ശരാശരി നിരയാണെന്നത് വസ്തുതയാണ്. മെസ്സി ഫോമിലാണെന്നതും മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് എന്നതും വസ്തുതയുമാണ്. എന്നാൽ മെസ്സിയെ കൃത്യമായി പൂട്ടാൻ സ്പാനിഷ് നിരയ്ക്ക് സാധിച്ചാൽ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ കടുപ്പമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, സ്പെയിനിൻ്റെ പ്രതിരോധ മികവാണ്. ആക്രമണത്തിൽ പ്രതിരോധം മറക്കുന്ന താരങ്ങളല്ല സ്പെയിനിൻ്റേത്. സെമിയിൽ ഫ്രാൻസിനെതിരെ സ്പെയിൻ കളിച്ച കളി ആവർത്തിക്കപ്പെട്ടാൽ അർജന്റീനയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നേക്കും. 1 ടച്ചുകളോടെയുള്ള അതിവേഗ മുന്നേറ്റമാണ് സ്പെയിനിൻ്റെ കരുത്ത്. ടിക്കി ടാക്കയെ ഏറ്റവും മനോഹരമായി കളിക്കാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട്. ബാഴ്സലോണയിൽ സ്പാനിഷ് ഇതിഹാസങ്ങളോടൊപ്പം കളിച്ചിട്ടുള്ള മെസ്സിക്ക് ടിക്കി ടാക്കയുടെ തന്ത്രങ്ങൾ അറിയാമെങ്കിലും അർജന്റീനയിലെ മറ്റു താരങ്ങൾക്ക് ഈ വെല്ലുവിളി മറികടക്കാൻ അത്ര എളുപ്പമാകില്ല. പ്രതിരോധത്തിൽ മാർക്ക് കുക്കറിലെ എന്ന നീളൽ മുടിക്കാരൻ്റെ മികവാണ് അർജന്റീനയ്ക്ക് മുന്നിലെ പ്രധാന തലവേദന. 19കാരനായ കുബാർസിയുടെ വേഗവും ചടുലതയും ചിലപ്പോൾ മെസ്സിയെ പോലും അത്ഭുതപ്പെടുത്തിയേക്കും. പോറയും ലപ്പോർട്ടയും ചേരുമ്പോൾ മെസ്സിയിലേക്ക് പന്തെത്താൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. അതാണ് അർജന്റീനയും ഭയക്കുന്നത്. മെസ്സിയിലേക്കുള്ള മുന്നേറ്റങ്ങളെ മധ്യനിരയിൽ നിന്ന് തടയാൻ സ്പാനിഷ് നായകൻ റോഡ്രിയും റോയിയും കളം നിറയുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാർ വിയർക്കും. അർജന്റീന അവസാന മത്സരങ്ങളെല്ലാം ജയിച്ചതിന് പിന്നിൽ പകരക്കാരായി ഇറങ്ങിയ താരങ്ങളുടെ മികവുണ്ട്. അവസാന സമയത്ത് എതിരാളികളുടെ തളർന്ന പ്രതിരോധത്തെ പൂട്ടാൻ ശേഷിയുള്ള അതിവേഗ താരങ്ങളെ ഇറക്കാനുള്ള ബെഞ്ച് കരുത്ത് അർജന്റീനയ്ക്കുണ്ട്. ലൗട്ടാറോ മാർട്ടിൻസാണ് ഇതിൽ പ്രധാനി. എന്നാൽ ഇതേ സമയത്ത് പ്രതിരോധ കോട്ട ശക്തമാക്കാനുള്ള ബെഞ്ച് ശേഷി സ്പെയിനുണ്ടെന്നത് എടുത്തു പറയേണ്ട കാര്യവുമാണ്. അവസാനമായി ഇരു ടീമും 2018 ഏറ്റുമുട്ടിയപ്പോൾ 6-1 ജയം സ്പെയിനിനായിരുന്നു. കഴിഞ്ഞതെല്ലാം ചരിത്രമാണ്. ഇത്തവണ പുതിയ ചരിത്രം കുറിക്കാൻ ലോക ഫുട്ബോളിലെ 2 വൻപന്മാർ നേർക്കുനേർ എത്തുമ്പോൾ ജയം ആർക്കൊപ്പമാവുന്നത് കണ്ടറിയേണ്ട കാര്യവുമാണ്.